ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കയ്യിൽ എയർപോഡ്സ് ഫസ്റ്റ് ജെൻ ആണ് കയ്യിലിരിക്കുന്നത്. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് സർവീസ് ചെയ്യുന്നത്. നമ്മളിന്ന് സർവീസ് ചെയ്യാൻ പോകുന്നത് എയർപോഡ്സ് ഫസ്റ്റ് ജെന്നിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂവിയൊക്കെ പ്ലേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം ബാക്കപ്പ് കിട്ടും. ബട്ട് ഒരു കോളിങ്ങിലൊക്കെ ഒരു 15 മിനിറ്റ്സ് അതിനുള്ളിൽ ബാക്കപ്പ് തീർന്നിട്ട് ഇത് ഓഫായി പോകുന്നൊരു കംപ്ലൈൻറ്റാണ്. അതിപ്പോൾ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാറ്ററി ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ട് ഈ ബോട്ടം മൈക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ഓപ്പൺ ചെയ്താണ് ബാറ്ററി ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ലൈറ്റായിട്ട് പിടിക്കുമ്പോൾ തന്നെ അത് ഓപ്പണായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് നേരെ അതിനൊരു ഹോൾഡറുണ്ട്. എയർപോഡ്സ് സർവീസ് ചെയ്യാനായിട്ട് ഹോൾഡർ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നൈലോൺ ടേപ്പ് ഉപയോഗിച്ച് അതിനെ ഒന്ന് സേഫ് ആക്കാം. കാരണം ഇനിയും ചെയ്യാൻ പോകുന്ന പ്രോസസ്സൊക്കെ അയൺ വെച്ചിട്ടാണ്. അപ്പം അയൺ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ നൈലോൺ ടേപ്പ് വെച്ചൊക്കെ ഒന്ന് സേഫായിട്ട് ബാൻഡ് ചെയ്തതിന് ശേഷം നമുക്കിനി അതിൻ്റെ മെയിൻ സർവീസിലേക്ക് കിടക്കാം. ഇതിന് 2 പോയിൻ്റ് വരുന്നുണ്ട്. ഒന്ന് ഒരു സ്ട്രിപ്പയിൽ വരുന്നുണ്ട്, 2 സ്ട്രിപ്പിൽ തന്നെയാണ് വരുന്നത്. ഒന്ന് ടോപ്പിൽ തന്നെയാണ്. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഫസ്റ്റ് കണക്ഷൻ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് വരുന്നത് മെയിൻ മൈക്കിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലെക്സിൻ്റെ അടിയിലായിട്ടാണ്. അത് നമ്മൾ ജനറലി ബുക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ഗമ്മൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം അതും സോൾഡറിങ് തന്നെയാണ്. നമുക്കത് സോൾഡറിങ് ആയതുകൊണ്ട് വെച്ച് തന്നെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ബാറ്ററി ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഇതാണ് ആ കണക്ഷൻ വരുന്നത്. പോസിറ്റീവ് ലൈന് അകത്തും നെഗറ്റീവ് ലൈനാണ് ഫസ്റ്റിലും കൊടുക്കുന്നത്. ഇപ്പോൾ പോസിറ്റീവ് ലൈന് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഹീറ്റ് അതിൻ്റെ സ്റ്റിക്കിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം, കാരണം അകത്ത് ഗമ്മ് കാണും. അപ്പോൾ ബാറ്ററി ഗമ്മ് കളയാതെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി സ്ട്രിപ്പ് ഉൾപ്പെടെ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ബാറ്ററി ഇതുപോലെ സേഫായിട്ട് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം പുതിയൊരു ബാറ്ററി നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് പുതിയ ബാറ്ററി വരുന്നത്. ഇതാണ് എയർപോഡ്സ് ഫസ്റ്റ് ജെന്നും സെക്കൻഡ് ജെന്നും വരുന്ന ബാറ്ററിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ 2 കണക്ഷനിൽ നമുക്ക് അല്പം ലെഡ് പിടിപ്പിക്കണം. അതിന് ശേഷം നമുക്ക് നേരെ എയർപോർട്ടിനുള്ളിലേക്ക് വെക്കാം. എയർപോഡ്സിനുള്ളിലേക്ക് നമ്മൾ ബാറ്ററി കടത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എങ്ങനെയാണോ ഡിസ്കണക്ട് ചെയ്ത് ആ ഒരേ ഓർഡറിൽ തന്നെയാണ് തിരിച്ച് കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഉള്ളിലുള്ള കണക്ഷൻ സോൾഡർ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്ട്രിപ്പ് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള കണക്ഷൻ സോൾഡർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ചാർജ് കയറുന്നുണ്ടോ, കണക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് എയർപോഡ്സിന് കേസിനുള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നോക്കും. ചാർജിങ് നടക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് അതിനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇനിയും നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്ത് വിടാം. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലത്തെയും കൂടെ മാറാനുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലത്തെ ബാറ്ററി